ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മഹാനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. എൻ്റെ സോഷ്യൽ മീഡിയ ചരിത്രത്തിൽ ഇതുപോലൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഓരോ മിനിറ്റിലും ഓരോ നിലപാടാണ്. ഇന്ന് പറഞ്ഞായിരിക്കത്തില്ല നാളെ പറയുന്നത്. ഓന്ത് വരെ അണ്ണന്റെ മുന്നിൽ തല കുനിച്ച് കുമ്പിടും. അത്തരത്തിലുള്ള നിലപാട് മാറ്റങ്ങളാണ് അണ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പല പൊളിറ്റീഷ്യന്മാരെയും കണ്ടിട്ടുണ്ട് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലോട്ടൊക്കെ പോകുന്നത്. അത് ചിലപ്പം അവരുടെ പൊളിറ്റിക്കൽ തന്ത്രമാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ രാഷ്ട്രീയത്തിലല്ല, ജീവിതത്തിലും അഖിൽ കോട്ടാത്തല എന്ന് പറയുന്ന അഖിൽ മാരാർ ഇങ്ങനെ തന്നെയാണ്. കാലാകാലങ്ങളായി നമ്മൾ ഇങ്ങനെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ലാസ്റ്റ് ഇലക്ഷനിൽ T20 സ്ഥാനാർത്ഥിയായിട്ട് NDAക്ക് വേണ്ടിയിട്ട് മത്സരിച്ച അഖിൽ മാരാർ T20 വിട്ടിരിക്കുകയാണ് ഗൈസ്. കഴിഞ്ഞ ദിവസം മീഡിയാസിനെ എല്ലാം വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങൾ അണ്ണൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം ഇതിനകം കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെപ്പറ്റിയാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. അണ്ണന്റെ നിലപാട് മാറ്റങ്ങൾ കേരളക്കരയിൽ ഫേമസ് ആണ്. ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ നല്ലത് ലുലുമാളിൽ പോയി മുണ്ടുപൊക്കി നിൽക്കുന്നതാണെന്ന് പറഞ്ഞ വ്യക്തി അടുത്ത കൊല്ലം ബിഗ് ബോസിൽ പോവുകയും കപ്പടിച്ച് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. BJPയിൽ കയറില്ല, BJPക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്ന് പലതവണ പറഞ്ഞ വ്യക്തി NDA സ്ഥാനാർത്ഥിയായിട്ട് ഈ വട്ടം മത്സരിച്ച് 8 നിലയിൽ പൊട്ടിയത് നമ്മൾ കണ്ടതാണ്. ഇത്രയധികം പറഞ്ഞ വാക്കുകൾ മാറ്റി പറഞ്ഞ ഒരു സെലിബ്രിറ്റി ഒന്നും വിളിക്കുന്നില്ല, ഒരു നോൺ ഫേസ് കേരളക്കരയിൽ ഉണ്ടോ സംശയമാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇനി ഇദ്ദേഹം പ്രവർത്തിക്കാൻ പാർട്ടികളില്ല. എല്ലാ പാർട്ടികളിലും കമ്മ്യൂണിസ്റ്റിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. എല്ലാ പാർട്ടികളുടെയും കൊടി പിടിച്ച് അണ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കാലാവസ്ഥ മാറുന്നതനുസരിച്ചാണ് അണ്ണൻ പാർട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ മറ്റേ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഡയലോഗാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം നായിന്റെ മോനെ. എനിക്ക് മാത്രമായിരിക്കത്തില്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുതപ്പെട്ട ജനങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും തോന്നുന്നത്. അത് ഇപ്പൊ പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞതിന്റെ പേര് മാത്രമല്ല, അണ്ണന്റെ മുൻപുള്ള പല സ്റ്റേറ്റ്മെന്റ്സും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, അന്ന് പറഞ്ഞ കാര്യങ്ങളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ്. നീ എവിടെങ്കിലും ഒരിടത്ത് നിൽക്കടാ. സീരിയസ്ലി അഖിൽ മാരാറിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? പൊട്ടത്തരം പറയുകയാണെങ്കിലും, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് 100% ഉറപ്പുണ്ടെങ്കിലും, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇനി ഒരിക്കലും അത് നടക്കത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും 1000% കോൺഫിഡൻസോട് കൂടി അണ്ണൻ പറയും എന്നുള്ളതാണ്. പൊട്ടത്തരമാണെങ്കിലും കോൺഫിഡൻസ്, പീക്ക് ലെവൽ കോൺഫിഡൻസ്, അതാണ് ഇങ്ങനെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഒരു ഉളുപ്പുമില്ല, നാണമില്ല, മാനമില്ല, എന്ത് വിളിച്ചു പറഞ്ഞാലും പീക്ക് സാധനം. ഇദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ നടന്ന കപല പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, വലിച്ചു വിട്ടതാണ്. സോ അതൊക്കെ യാഥാർത്ഥ്യമാണ്. നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. ഇപ്പൊ അഖിൽ മാരാർ തന്നെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഒള്ളി വായ്ത്താളം നോ പ്രവൃത്തി. അഖിൽ മാരാറിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് ചാനലുകാരുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് നോക്കാം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ 2020 ഞാൻ വരാനുണ്ടായ സാഹചര്യം ആദ്യം ഞാൻ പറയാം. കൊട്ടാരക്കരയിൽ നിങ്ങൾ ഉൾപ്പെടുന്ന പല മാധ്യമങ്ങളും UDF സ്ഥാനാർത്ഥിയായി ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നുള്ളതല്ല, എൻ്റെ നാട്ടിൽ ഇന്നലകളിൽ എൻ്റെ മുന്നിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ജനതയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒന്നുകിൽ സംസാരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുക. അപ്പോൾ എന്നെ കണക്കൊരാൾ മുൻപും തെരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇരുന്ന സമയത്ത് ആ അവസരം നിഷേധിച്ച അന്നത്തെ രാഷ്ട്രീയ നേതാവ് കൊടിക്കുന്നിൽ സുരേഷായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് എനിക്ക് പകരം മറ്റൊരാളെ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിക്കും. ഞാൻ അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയും ചെയ്തു. അന്ന് 1700 വോട്ട് ഒരു CPM കൊട്ടാരത്തിൽ എനിക്ക് ലഭിച്ചതുമാണ് ഒറ്റയ്ക്ക് മത്സരിച്ച സമയത്ത്. അപ്പോൾ സംഭവം വ്യക്തമാണ്, കോൺഗ്രസിന്റെ സീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് BJPക്ക് വേണ്ടിയിട്ട് NDAക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടി പോയി. അവിടെ തന്നെ ഇദ്ദേഹത്തിന് നിലപാട് പറയുന്ന വാക്കുകളിൽ ഒരു തരത്തിലുള്ള സത്യസന്ധതയും ഇല്ലെന്ന് തെളിഞ്ഞു. ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാനുള്ള പ്രഥമ ക്വാളിഫിക്കേഷൻ ഇതാണെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരിടത്ത് ഉറച്ചു നിൽക്കാതിരിക്കുക. അഖിൽ ഇവിടെ പറഞ്ഞ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയതെന്ന്. അതാണ് പുള്ളിയുടെ ലക്ഷ്യമെന്ന്. സീരിയസ്ലി, ശരിക്കും. പക്ഷേ ഈ പറഞ്ഞത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. കാരണം വാക്കിന് വിലയില്ലല്ലോ. വാക്കിന് വിലയുള്ള ഒരുത്തനാണ് വന്നിരുന്ന് ഇത് പറയുന്നതെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. 1 മിനിറ്റിൽ 10 നിലപാട് പറയുന്ന അണ്ണന്റെ വാക്ക് എങ്ങനെ നമ്മൾ വിശ്വസിക്കുവാണേ? പറയുന്ന വാക്കിന് പുല്ലിന്റെ വിലയെങ്കിലും വേണം, അറ്റ്ലീസ്റ്റ് തീട്ടത്തിന്റെ വിലയെങ്കിലും വേണം. അതുപോലും നിങ്ങളുടെ വാക്കിന് ഇപ്പൊ ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. കാര്യം അത്രയും പോലും മൂല്യമില്ല. അഖിലൂടെ പറയുന്ന കാര്യം, സാബു ജേക്കബിന്റെ പാർട്ടിയാണെങ്കിൽ T20 പാർട്ടി, അതില് കൊട്ടാരക്കരയിൽ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് പുള്ളിയെ പറ്റിച്ചു. അത് കാരണം പുള്ളിക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടായി. അതിനിപ്പോ നഷ്ടങ്ങളെ പറ്റിയും പറയുന്നുണ്ട്, അതോടെ വെക്കാം. ഒരാൾ നിയമസഭയിൽ കോൺഗ്രസ് വിട്ട്, നിയമസഭയിൽ മത്സരിച്ച ഒരാൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നാൽ സ്വാഭാവികമായി BJPക്ക് അവർക്ക് സീറ്റ് കൊടുക്കണം. അപ്പോൾ സാറി പറയുന്ന ഉറപ്പാണോ? കൊട്ടാരക്കരയിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാറി എന്നോളാം, പ്രശ്നമില്ല. വെറുതെ എനിക്ക് എൻ്റെ അച്ഛൻ അന്ന് മുതൽ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ പല സുഹൃത്തുക്കളും ഞാനുമായിട്ടാകുന്നു.
പലരും ഞാൻ എടുത്ത തീരുമാനത്തോട് വിയോജിച്ചു. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ അതിശക്തമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പലരും തെറി വിളിക്കുന്ന സാഹചര്യം വരുന്നു. ആഹാ, കൊള്ളാലോ. അപ്പൊ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കൂട്ടുകാരുടെ കയ്യിൽ നിന്നും ചന്നം പിന്നെ മൂക്ക്. എനിക്ക് തോന്നുന്നു അവര് ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ വധുരിയുടെ കയ്യിൽ നിന്ന് ഓടിയൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തന്നെ അതിൻ്റെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ആളുകളുടെ തെറിവിളി, ജനങ്ങളുടെ, അത് പിന്നെ ഒരു പുത്തരിയല്ലല്ലോ. അല്ല, എനിക്ക് മനസ്സിലാവാത്തത്, താനൊരു ബുദ്ധിജീവിയാണെന്ന് സ്വയം വിശ്വസിക്കുന്ന അഖിൽമാരാർക്ക് എങ്ങനെ ഇങ്ങനെ വളരെ കിടിലമായി പൊട്ടത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടാൻ പറ്റുന്നു എന്നുള്ളതാണ് കാര്യം. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ അത്യാവശ്യം ഇന്റലിജന്റ് ആണ്, അത്യാവശ്യം ബുദ്ധി വിവരമുള്ളവനാണെന്നൊക്കെ നമ്മൾ ബിഗ് ബോസ് സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ പോയി കപ്പടിച്ച് തിരിച്ചു വന്നപ്പോഴൊക്കെ ഒരു സ്നേഹമൊക്കെ തോന്നിയ ഒരു വ്യക്തിയും കൂടിയാണ്. അതിനുശേഷം പല കാര്യങ്ങളിൽ ഇടപെടുകയും തൻ്റെ നിലപാടുകൾ പറയുകയും ചെയ്തു. പക്ഷെ പിന്നീട് അങ്ങോട്ട് മനസ്സിലായി, ഈ പറയുന്ന നിലപാടിനകത്ത് ഒരു കഴമ്പുമില്ല. ഉള്ളി വായ്ത്താളം നാക്കിട്ടടി മാത്രമേ ഉള്ളൂ, അതിനപ്പുറം ഒരു മാങ്ങാണ്ടിയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം. നാക്കിട്ട് അറിയാവുന്നതിന്റെ പേരിൽ ഇപ്പോഴും പിടിച്ചിരിക്കുന്നു. ആ നാക്കില്ലായിരുന്നെങ്കിൽ അണ്ണൻ്റെ നാവാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അണ്ണൻ്റെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ അണ്ണനെ വിലയിരുത്തി തുടങ്ങിയിരുന്നെങ്കിൽ എന്നെ ഫീൽഡ് ഔട്ട് ആയേരണ കട്ടയും പടവും ഇടയ്ക്ക് ഇപ്പോൾ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നതിന്. ഒരു മതേതര മൂല്യത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020 പോകുന്നത് തന്നെ. കാര്യം എനിക്ക് ഇപ്പം BJPയുടെ വികസന രാഷ്ട്രീയത്തോട് ഞാൻ ഭയങ്കര യോജിപ്പാണ്. പക്ഷേ BJPയുടെ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന വർഗീയതയ്ക്ക് ഒരിക്കലും ഞാൻ കൂട്ടുപിടിക്കത്തില്ല, അതിനെ ഞാൻ പിന്തുണ സംസാരിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെയാണ് 2020 നിൽക്കാം എന്നുള്ള എൻ്റെ തീരുമാനം വരുന്നത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞത് BJPയുടെ ഡയറക്റ്റ് കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാതെ എന്തുകൊണ്ട് 2020യുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചു എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് മറുപടിയാണ്. ആ ഒരു ലോജിക്ക് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. BJPയുടെ ചില നിലപാടിനോട്, അവർ മുന്നോട്ട് വെക്കുന്ന മെയിനായിട്ടുള്ള ആശയത്തിനോട് അണ്ണന് ഈ വിയോജിപ്പാണ്. പക്ഷെ NDAക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ, NDA എന്ന് പറയുന്നത് BJP ആണല്ലോ. കാര്യം ഫണ്ട് ഇറക്കുന്നത് BJP, എല്ലാത്തിനും കൊടി പിടിക്കുന്നത് BJP. ചക്കച്ചിഹ്നത്തിലാണ് മത്സരിച്ചതെങ്കിൽ അതിൻ്റെ അറ്റത്തൊരു താമര ഉണ്ടാവും. അതായത് മൊത്തത്തിൽ BJP ആണ്. അപ്പൊ ഇത്രയും എതിർപ്പുള്ള അണ്ണനും BJPക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ T20ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും T20 ആർക്ക് വേണ്ടിയിട്ടാണ്? BJPക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ബേസിക്കലി നിങ്ങൾ സാബു ജേക്കബിന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് മത്സരിച്ചതെങ്കിൽ പറഞ്ഞാൽ പോലും പറഞ്ഞു വരുമ്പം BJPക്ക് വേണ്ടിയിട്ടാണേ. അതിന് നിങ്ങൾ വളച്ചൊടിച്ച് വേറെ രീതിയിലൊന്നും ആക്കിയൊന്നും വേണ്ട. ഇപ്പൊ അഖിൽ പറഞ്ഞ പോലെ BJP കുറെ വികസന പരിപാടികൾ നമ്മൾ നാട്ടിൽ നടത്തുന്നുണ്ട്. അതിനോടൊക്കെ എനിക്ക് വിയോജിപ്പൊന്നുമില്ല. നല്ല കാര്യം, നല്ല ചെയ്ത് നല്ലതെന്ന് പറയണം. ഇത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ആശയം, ആ ആശയത്തിനോട് അഖിലിന് വിയോജിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അതിനോട് ഒത്തുപോകാൻ പുള്ളിക്ക് ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണെന്ന് പോലും BJPയിൽ പുള്ളി ചേരാതിരുന്നതെന്നു. പക്ഷെ എനിക്ക് അന്നേരം അഖിലിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യം ഇപ്പോഴാണ് പറയുന്നത്, ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ നോ ഐഡിയ. ഇലക്ഷൻ സമയത്തൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു കാര്യം ഇപ്പോഴാണ് പറയുന്നത്. ഇവരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് പോകുന്ന സാഹചര്യത്തിൽ, ഇവരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു കാര്യം സമൂഹത്തിൽ വന്നിരുന്ന് പറയുമോ? ഒരിക്കലും പറയില്ല. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് വിജയിച്ചിരുന്നെങ്കിൽ പറയുമോ? ഒരിക്കലും പറയില്ല. പറയാത്തത്രയും കാലം താൻ ഈ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പറയാത്തത്രയും കാലം താനും ഈ പറയുന്ന BJPയുടെ എതിർക്കുന്നു എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ആശയത്തിന്റെ വക്താവാണ്. അതിനൊരു കുഴപ്പമില്ല അഖിലിന് കുഴപ്പമുണ്ടാവില്ല. കാര്യം അഖിലിന് എവിടെങ്കിലും കുണ്ടി ഉറപ്പിക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ മതി, അവിടെ അങ്ങ് ഇരുന്നോളും. അത് BJP കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് ചാടിത്തുള്ളി പോയി. നടവന്മാര് മൂഞ്ചിച്ച് വിട്ട്. മുന്നിലുള്ള ഓപ്ഷൻ തൃക്കാക്കരയിൽ മത്സരിക്കുക. എനിക്ക് എത്ര വോട്ട് നേടിയെടുക്കാൻ കഴിയും ആ വോട്ട് അവിടെ നേടിയെടുക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച സമയത്ത് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് 18 കൗൺസിലർമാർ തൃക്കാക്കരയിലുണ്ട്, നമുക്ക് 15,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ കിട്ടിയതാണ്. ഇങ്ങനെ പല സാഹചര്യങ്ങളും ഒക്കെ പറയുന്നു. അഖിലിന് അവിടെ വലിയ സാധ്യതകളുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് എന്നെല്ലാം പറയുന്നു. 2 പേരാണ് തൃക്കാക്കരയിൽ എൻ്റെ കൂടെ 2020ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പൂർണ്ണ സമയം ഉണ്ടായിരുന്നു. പൂർണ്ണ സമയം അവിടെ എവിടെയും ചെല്ലുമ്പോൾ ചില ആൾക്കാരെ കാണുന്നതല്ലാതെ ഒരു മനുഷ്യനില്ല. അവസാനം കൊട്ടാരക്കരയിൽ നിന്നും കൊച്ചിയിലും തൃശ്ശൂരും മറ്റു പല സ്ഥലങ്ങളിലുമുള്ള എൻ്റെ അടുപ്പക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും കൂടെ വിളിച്ചിട്ടാണ് BJPക്കാർ ഉള്ളവർ എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോട്ടോ. ഞാൻ 2020യുടെ കാര്യം പറയുന്നത്. BJPക്കാർ ആത്മാർത്ഥമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവർ എൻ്റെ കൂടെ പ്രവർത്തിച്ചു. 2020ക്ക് പക്ഷേ ആളില്ല. കാരണം എന്താ? കുലക്കില്ല എന്ന് ഉറപ്പുള്ള വാഴയ്ക്ക് വെള്ളം കോരിയിട്ട് കാര്യമുണ്ടോ? അത് കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലായി. എങ്ങനെ പ്രവർത്തിച്ചാലും നീ 8 നിലയിൽ പൊട്ടുമെന്ന് അവർക്കറിയാം. ആ പ്രവർത്തനം വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി കാഴ്ച വെച്ചിരുന്നെങ്കിൽ 4 വോട്ട് അവിടെ അധികം കിട്ടിയാൽ അവർക്ക്. അതുകൊണ്ടാവും തഴഞ്ഞത്. താൻ തൻ്റെ നിലപാടിനകത്ത് ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരുമോ? നിങ്ങൾ ഇങ്ങനെ ചാടിക്കളിക്കുന്നത്, ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിക്കളിച്ചോണ്ടിരിക്കുകയാണ്. ആദ്യം തനിക്ക് താൻ ഏത് പാർട്ടിയാന്ന് പറ. താൻ ഏത് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയത്തിനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് പറ. അതോ സ്വതന്ത്രനായിട്ട് നിൽക്കാനാണോ താല്പര്യം? അതോ എന്താണ് നിങ്ങൾ എന്താണെന്ന് ആദ്യം ഒന്ന് പറ. അതോ ആര് വന്ന് മോനെ എന്ന് വിളിച്ചാൽ എന്താ അച്ഛാന്ന് വിളിക്കുന്ന സ്വഭാവമാണോ?
മനസ്സിലാവണില്ല. അതുകൊണ്ടാണ് ആളുകൾ എന്ന് പറയുന്നത് നിലപാടില്ല, മാനമില്ല, നാണമില്ല, ഒരു ഉളുപ്പില്ലാത്തവനാണെന്ന്. പിന്നെ പറയുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് മുതൽ കേട്ടോണ്ടിരിക്കുന്ന പഴി എന്താ? കോടിക്കണക്കിന് രൂപ കിട്ടി. ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW ബൈക്ക് വിൽക്കുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഏപ്രിൽ 2 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ BMW ഷോറൂമിൽ തന്നെ പോയി ചോദിച്ചു നോക്കൂ. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ ഈ ബൈക്ക് വിറ്റത്? അതിന്റെ അല്ല, എനിക്കൊരു തമാശ കേട്ട് ഞാൻ വിട്ടിരുന്നതാ. 20 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചൊരു ബൈക്ക് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ പൈസയുടെ ആവശ്യം ഉണ്ടായതുകൊണ്ടല്ലേ. പിന്നീട് ഞാൻ ചെലവാക്കിയ പൈസകൾ എനിക്ക് തിരിച്ചു വന്നു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ ഇത് ഞാൻ പറഞ്ഞു പിന്നെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ചെലവായ പൈസ ഇവർ എനിക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് അപ്പം ഇലക്ഷന് വേണ്ടിയിട്ട് തൻ്റെ 20 ലക്ഷം രൂപയുടെ BMW ബൈക്ക് 10 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഭാര്യയുടെ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചെന്നോ വിറ്റെന്നോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു ബെൻസ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പാപ്പരായി. ഈ പൈസ ഒന്നും ഇല്ലാതായിട്ട് ബെൻസ് വിറ്റിട്ട് ഒരു ഇലക്ട്രിക് കാർ എടുത്തു. കാര്യം വരുമാനം നിലച്ചു പോയെന്ന് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെ കുറെ നഷ്ടങ്ങൾ പുള്ളിക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. പൈസ അവർ പിന്നീട് കൊടുത്തു എന്നും പറയുന്നുണ്ട്. ഇപ്പൊ ഈ കണക്കുകളൊന്നും എനിക്ക് അങ്ങോട്ട് ശരിയാവണില്ല. 20 ലക്ഷം രൂപയുടെ BMW ബൈക്ക് 10 ലക്ഷം രൂപയ്ക്ക് അഖിൽമാരാർ കൊടുക്കണമെങ്കിൽ ഒന്നും കാണാതെ മാരാരെങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ആൾ കഴിഞ്ഞ കൊല്ലം കണ്ടാണേ ഈ വണ്ടി എടുത്തത് 20 ലക്ഷം ആണോ എനിക്കറിയാം. എനിക്ക് ഇത്ര വില എത്ര അറിയില്ല. കഴിഞ്ഞ കൊല്ലം വണ്ടി എടുത്തത് അത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് 10 നേരെ പകുതി കൊടുത്തുന്ന അതെന്ത് കച്ചവടോടെ. ഒന്നെങ്കിൽ ഈ പറയുന്ന ബെൻസും BMW ഒക്കെ തട്ടാൻ വേണ്ടി ഇരുന്നതാണ്. ഇതിപ്പോ ഒരു കാരണം കിട്ടി. എന്നിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ കയറ്റി അങ്ങ് തട്ടിക്കഴിഞ്ഞാൽ ബാക്കി അതിന്റെ കൂടെ പൈസ ലാഭം വായിക്കാന്നും പറഞ്ഞിട്ട് അടിയിട്ട പൈസ മേടിച്ചെന്നും പറയുന്നുണ്ട്. അതുകൂടെ ചേർത്ത് ഞാൻ മേടിച്ചു കാണും. മൊത്തത്തിലൊരു ഉഡായിപ്പ് സെറ്റപ്പ് കേട്ടോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നു, സാറെ വിഷമിക്കണ്ട. അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം നമുക്ക് ആത്മാർത്ഥമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. 2020 കൊല്ലം ജില്ലാ പ്രസിഡന്റായിട്ട് നിങ്ങൾ എന്നെ വെക്ക്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കൊല്ലം ജില്ലയിൽ ചെയ്യാം. കൊല്ലം ജില്ലയിൽ ഞാൻ 2020 ഒരു സംഘടന ഉണ്ടാക്കാം. ഈ കാര്യങ്ങൾ പറഞ്ഞു ഒരു മറുപടി, ഒരു റിപ്ലൈ എനിക്ക് കിട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. സുരേഷ് ഗോപി സഹായിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരു നല്ല കാര്യം അഖിലേ എന്ന് പോലും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്ന ഒരു പയ്യൻ്റെ കിഡ്നി ഫെയിലിയറായി. അവൻ എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ CSR ഫണ്ട് വഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു മറുപടി ഇട്ടിട്ടില്ല. 2.5 മാസമായിട്ട് ഒന്ന് വിളിച്ചിട്ടില്ല, ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. ഇതേ സമയം നമ്മൾ പുറത്തുനിന്ന് പഴികൾ കേട്ടോണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും കോടിക്കണക്കിന് രൂപ കിട്ടിയെന്ന പഴി കേൾക്കുന്നു. അപ്പോഴാണ് BJPയുടെ തന്നെ പല നേതാക്കന്മാരിൽ നിന്നും ഞാൻ അറിയാൻ കഴിഞ്ഞത് 40 കോടിയോളം രൂപ 2020 BJPയിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓരോ മണ്ഡലത്തിലേക്കും 2020 എത്രയാ ചെലവഴിച്ചെന്ന് ആ മണ്ഡലത്തിലുള്ള ആൾക്കാരോട് ഇനി വ്യക്തിപരമായിട്ട് നിങ്ങൾ പോയി ചോദിക്കേണ്ടി വരും. തൃക്കാക്കര മണ്ഡലത്തിൽ എത്ര ചെലവഴിച്ചെന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ അപ്പോൾ ഇവിടുത്തെ ശരിക്കും പ്രശ്നം ഇതാണ്. അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അഖിൽമാരാറിന്റെ ആവശ്യങ്ങളൊന്നും സാബു ജേക്കബ് മുഖവരക്കെടുത്തില്ല, മൈൻഡ് പോലും ചെയ്തില്ല. കുറെ ചാരിറ്റി ചെയ്യുന്നതും വീട് വെച്ചു കൊടുക്കുന്നതും ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, പൈസ ചെലവുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ബേസിക്കലി ഇപ്പോഴത്തെ ചാരിറ്റി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു PR വർക്കും പബ്ലിസിറ്റി കൂട്ടുന്നതും ജനങ്ങളുടെ മനസ്സിലോട്ട് വളരെ എളുപ്പത്തിൽ ഇടം പിടിക്കാൻ പറ്റുന്ന ഒരു ഇടപാടാണ്. നമ്മുടെ ടോണി അച്ചാനൊക്കെ ചെയ്യുന്ന പോലെ. ഓക്കെ വാട്ടെവർ, അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടട്ടെ, എന്നാൽ പോലും 4 പേർക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ഗുണം കിട്ടട്ടെ എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയാണ് ആളുകൾ അതങ്ങ് വിടുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചാരിറ്റി പരിപാടികളൊക്കെ ചെയ്യണമെങ്കിൽ ഫണ്ട് വേണം. ഈ ഫണ്ട് സാബു ജേക്കബ് കൊടുത്തിട്ടില്ല. പാർട്ടിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു, അതിനും മറുപടി കൊടുത്തില്ല. അന്നേരം മൊത്തത്തിൽ ഇയാളെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് തഴഞ്ഞ് ആര് ജേക്കബ്. അതും കൂടാതെ 40 കോടി രൂപ BJP ഇലക്ഷന്റെ ഭാഗമായിട്ട് കൊടുത്തു എന്ന് പറയുന്നു. ഇവർക്ക് ആർക്കും അതിൽ നിന്ന് നയാ പൈസ കിട്ടിയിട്ടുമില്ല. ഒരുത്തം വന്ന് നമുക്ക് തരാതെ അവന്റെ പൈസയും കൂടെ ലാഭം മുക്കുമ്പോ എന്തായാലും ഒരു കൊതിക്കറിവ് ഉണ്ടാവുമല്ലോടെ. എന്നിട്ട് പക്ഷെ ചീത്തപ്പേര് ആർക്കാ? ഇവർക്ക്. അല്ല, അവന് പൈസ ശരിക്കും കിട്ടിയിട്ടാണ് അവൻ BJP നിന്നതെന്നും പറഞ്ഞിട്ട് ചീത്തപ്പേര്. എന്നാ പൈസ കിട്ടിയോ? കിട്ടിയില്ല. ചീത്തപ്പേരുണ്ടോ? അതും കിട്ടി. അതിൽ നിന്ന് 1-2 കോടി ഇങ്ങോട്ട് കൊടുത്തിരുന്നത് ഈ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. മിണ്ടാതോടെ വീട്ടിൽ ഇരുന്നേനെ. ഒരുത്തിന് ഒറ്റയ്ക്കിരുന്ന് തിന്നുന്നതാണ്. മാർക്കാണെങ്കിൽ ഒരു വിഷമൊക്കെ ഉണ്ടാവൂലേ. അതാണ് ഇവിടെ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ഈ 40 കോടി സാബു ജേക്കബിന് BJP കൊടുത്തു എന്നുള്ള കാര്യമൊന്നും അറിയത്തൊന്നുമില്ല. പുള്ളി തന്നെ ആരാണ്ട് പറഞ്ഞത് കേട്ടത് ഇവിടെ വന്ന് പറയുകയാണ്. പുള്ളിയുടെ തെളിവോ കാര്യങ്ങളൊന്നും ഇല്ല. പലരും ഇലക്ഷൻ ശേഷം ഞാനൊരു ഇലക്ട്രിക് വണ്ടി എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം കരുതി ഇവൻ ഇലക്ഷന് ഫണ്ട് കിട്ടിയതുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത്. എൻ്റെ പൊന്ന്, എൻ്റെ മക്കളാണ് സത്യം. ബെൻസ് പതുക്കെ അങ്ങ് വിട്ടിട്ട് ഇലക്ട്രിക് വണ്ടിയിൽ നടന്നാൽ മാസമുള്ള ചെലവ് കുറയും. കാര്യം എൻ്റെ അച്ഛന് ക്യാൻസറാണ്. ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. വരുമാനം, ബെൻസ്, ഡിപ്രീസിയേഷൻ, അതൊക്കെ ഇവിടെ നിൽക്കി ടെൻഷനിലാവട്ടെ. ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ കൊട്ടാരക്കരയ്ക്ക് ഒരു മാസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും പോകേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. ഇത് ആരെയും കാണിക്കാൻ വേണ്ടി പോകുന്നില്ലല്ലോ, ഞാൻ പോയി വരുന്ന കാര്യമല്ലേ. അതിന് ബെൻസിൽ പോയി വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4000-5000 രൂപ ചെലവാണ്. ഇലക്ട്രിക് വണ്ടി ആകുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാവും. എനിക്ക് വരുമാനം വരുന്നത് അവസാനിച്ചു. NDAയിലേക്ക് പോയതിനു ശേഷം എന്നോട് അത്രയും അടുപ്പമുള്ള എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ
എനിക്ക് പല വരുമാനങ്ങളും അവസാനിച്ചു. ഇതേ സമയം നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ച് ഏഷ്യാന്റെ തന്നെ മറ്റൊരു ഷോയുടെ ഭാഗമായി ഞാൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാതെ ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഒറ്റതിന് ശേഷമാണെന്ന് അവഗണന ചോദിച്ചാൽ ഞാൻ 2020 അവിടെ ജയിച്ചത്. T20 അങ്ങ് ജയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അവഗണന പുള്ളി എന്നോട് മാത്രമല്ല. കാര്യം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇദ്ദേഹം വന്നത് ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് 19 നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ, എറണാകുളത്ത് മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് 19 സ്ഥലത്ത് മത്സരിച്ചത്? 19 സ്ഥലത്ത് മത്സരിക്കുന്നത് 19 സ്ഥലത്തു നിന്നുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പൈസ ഇയാള് സാബ് എടുത്തെന്നാണോ അഖില് പറയുന്നത്? ഈ BJP നേതാക്കൾ കുഴിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല. BJPയിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ എന്ന് BJPയുടെ തന്നെ ചില നേതാക്കന്മാർ മറ്റു പലരോട് പറഞ്ഞതിൽ നിന്നും, കാര്യം എനിക്ക് പണം കിട്ടി എന്ന രീതിയിൽ, അതായത് സാബു ജേക്കബിന് പണം കൊടുക്കുമ്പോൾ അതെനിക്കും കിട്ടുമല്ലോ എന്ന അർത്ഥത്തിൽ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് 5 പൈസ കിട്ടിയില്ല. ഇതെന്താണെന്ന് വെച്ചാൽ പുറത്ത് കാര്യം പിടികിട്ടിയില്ല. പുള്ളി ഒറ്റയ്ക്ക് മുക്കി അണ്ണനൊന്നും കൊടുത്തില്ല, അതിൻ്റെ കാര്യത്തിലാണ്. പിന്നെ എനിക്കിതിനകത്ത് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം എന്തുകൊണ്ട് ഇങ്ങനൊരു ന്യൂസ് ചാനൽസിനെയൊക്കെ വിളിച്ചു നിർത്തി അണ്ണൻ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുന്നു, അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായൊരു കാര്യം, അത്യാവശ്യം സാമ്പത്തിക ലാഭമൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെ ആയിരിക്കണം ഈ ഒരു പാർട്ടിയിൽ ചെന്ന് ചേർന്നത്. ഇങ്ങേർക്ക് ഈ പറയുന്ന ജനങ്ങളെ സേവിക്കാൻ അത്ര മുട്ടി നിൽക്കുമായിരുന്നെങ്കിൽ സ്വതന്ത്രനായിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിച്ചേനെ. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ കയ്യിൽ നിന്ന് നല്ല പൈസ ഇറങ്ങും. പക്ഷെ BJPയുടെ ബാനറിൽ മത്സരിക്കുകയാണെങ്കിൽ പൈസ മൊത്തം അവരിറക്കിക്കോളും. പോരാത്തതിന് ചിലപ്പം BJPയുടെ സ്ഥാനാർത്ഥി ഒരു സെലിബ്രിറ്റി ഫേസ് ഉള്ള ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം പൈസയും കിട്ടുമായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങളൊന്നും അണ്ണന് കിട്ടിയിട്ടില്ല. പൈസ പോട്ടെ, അത് വിടാം. ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ വരെ അണ്ണൻ്റെ അവതാളത്തിലായി. ഉദ്ഘാടനങ്ങൾ കുറഞ്ഞു, ബാക്കിയുള്ള പരിപാടികൾ കുറഞ്ഞു, മിച്ചം വന്നത് ജനങ്ങളുടെ തെറിവിളി മാത്രം. ഇതിൽ നിന്നൊരു മോചനം ഉണ്ടെങ്കിൽ മാത്രമേ അടുത്തൊരു തരികിട പരിപാടിയായിട്ട് അണ്ണന് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. പിടികിട്ടിയോ? BJPക്ക് വേണ്ടി മത്സരിച്ച ഒരു വ്യക്തി എന്നുള്ള ഒരു ബാനറിൽ നിന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം തെറിവിളി കേട്ടുകൊണ്ടേയിരിക്കും. അണ്ണൻ്റെ മാർക്കറ്റ് ഇടിയും എല്ലാ രീതിയിലും ഫീൽഡ് ഔട്ട് ആവും. കുറച്ച് നാളായിട്ട് ഇപ്പം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലായി, എനിക്കിനി നിലനിൽപ്പില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് ജനങ്ങളിലോട്ടൊരു അനൗൺസ്മെന്റ്, ഒരു സെൽഫ് പ്രൊമോഷൻ, ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. ഞാൻ താണ്ട BJP വിടുകയാണേ, ഞാൻ ഇനി സ്വതന്ത്രനാണേ, എനിക്കിനി പാർട്ടിയൊന്നും ഇല്ല, ഞാൻ പഴയ അഖിലാകാൻ പോവുകയാണ്, കേട്ടല്ലോ എന്നും പറഞ്ഞ് നിൽക്കുക. ഇതാണ് ഉദ്ദേശം. എന്നെ ഇനി എല്ലാവരും ഉദ്ഘാടനത്തിൽ വിളിച്ചോളൂ, ഞാൻ ഇനി BJPയിലൊന്നും ഇല്ല, എന്നെ പരിപാടിക്ക് വിളിച്ചോളൂ, ഞാൻ അതിനകത്തൊന്നും ഇല്ല, ഞാൻ ഇനി എനിക്ക് ആ പാർട്ടി എനിക്ക് താല്പര്യമേ ഇല്ല, അവന്മാരുടെ ആശയങ്ങളോട് നീ യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിവിടുക. പഴയ വായ്ത്താളവുമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറയുക, അങ്ങനെ പൈസ ഉണ്ടാക്കുക. അതിനുവേണ്ടി നടത്തിയ ഒരു പരസ്യമാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. കാരണം ജനങ്ങളെ അറിയിക്കണം. ഇത്രയും മീഡിയസിനെ വിളിച്ചുകൂട്ടി അറിയിച്ചതാണ്. ഞാൻ തണ്ട പോവുക കേട്ടോ, പിന്നെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പഴയ അഖിൽ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാബു ജേക്കബ് തള്ളിയിട്ടുണ്ട്. പുള്ളിയും പ്രതികരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു പോസ്റ്റ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ഈ നിലപാടില്ല എന്നുള്ള വിമർശനങ്ങൾ വന്ന സമയത്ത് ഗാന്ധിജിയുടെ 2 കോട്ടൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നിലപാടില്ലായ്മയാണ് എൻ്റെ നിലപാട് എന്ന് പറയുന്നത് പോലെയാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് അഖിൽമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് പാർട്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആദ്യം സ്വന്തമായിട്ട് ഒരു നിലപാടുണ്ടാക്കിയെടുക്ക്, എന്നിട്ട് കൊണയടിക്കാൻ നിൽക്ക്. കൂടുതലൊന്നും പറയുന്നില്ല. ജയ് ഹിന്ദ്.